തൃശൂർ അയ്യന്തോളിൽ ജപ്തി ചെയ്ത ഭൂമി മറിച്ചുവിറ്റ സംഭവത്തിൽ വിജിലൻസിന് പരാതി. രജിസ്ട്രേഷൻ വകുപ്പ് നടത്തിയ അന്വേഷണം ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ജപ്തി ചെയ്ത ഭൂമിയാണ് മറിച്ചുവിറ്റതെന്ന് രജിസ്ട്രേഷൻ വകുപ്പിന്റെ അന്വേഷണത്തിൽ മുൻ രജിസ്ട്രാർ MA ജേക്കബ് സമ്മതിച്ചിരുന്നു. വിവരങ്ങൾ സൂരജ് സജി നൽകും. സൂരജ്, വിവരങ്ങൾ. ശ്രീനിത, അയ്യന്തോളിൽ ജപ്തി ചെയ്ത ഭൂമി മറിച്ചുവിറ്റ സംഭവത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം വിജിലൻസിൽ തന്നെ പരാതി നൽകിയിരിക്കുന്നത്. രജിസ്ട്രേഷൻ സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ അയ്യന്തോളിലാണ് ഈ സംഭവം. ജപ്തി ചെയ്ത ഭൂമി മറിച്ചുവിറ്റു. ഈ സംഭവത്തിൽ വിജിലൻസിന് പരാതി. രജിസ്ട്രേഷൻ വകുപ്പ് നടത്തിയ അന്വേഷണം ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പരാതി എത്തിയിട്ടുള്ളത്. ജപ്തി ചെയ്ത ഭൂമിയാണ് മറിച്ചുവിറ്റതെന്ന് രജിസ്ട്രേഷൻ വകുപ്പിന്റെ അന്വേഷണത്തിൽ മുൻ രജിസ്ട്രാർ MA ജേക്കബ് സമ്മതിക്കുകയും ചെയ്തിരുന്നു. സൂരജ്, പറഞ്ഞോളൂ, വിവരങ്ങൾ എന്താണ്? ശ്രീനിത, അയ്യന്തോളിൽ ജപ്തി ചെയ്ത ഭൂമി മറച്ചുവിറ്റ സംഭവത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം വിജിലൻസിന് തന്നെ പരാതി നൽകിയിരിക്കുന്നത്. രജിസ്ട്രേഷൻ വകുപ്പ് നേരത്തെ ഈ വിഷയത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മുൻ രജിസ്ട്രാർ MA ജേക്കബ് ഈ ജപ്തി ചെയ്ത ഭൂമിയാണ് മറച്ചുവിറ്റതെന്ന് സമ്മതിച്ചിരുന്നു. അതിന്റെ മൊഴി അടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതാണ്. അങ്ങനെ ഒരു മൊഴി ഉണ്ടായിട്ട് പോലും ഈ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല, അതായത് ജേക്കബിന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ വകുപ്പ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിനെതിരെയാണ് കുടുംബം ഇപ്പോൾ വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ജപ്തി ചെയ്ത ഭൂമി മറിച്ചുവിറ്റ സംഭവത്തിൽ ഒരു അട്ടിമറി നടന്നു എന്നുള്ളതാണ് ഈ വിജിലൻസ് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തൃശൂർ ജില്ലാ രജിസ്ട്രാർ മുണ്ടൂർ മുൻ രജിസ്ട്രാർ ആയിട്ടുള്ള MA ജേക്കബ്, ഭൂമി വിറ്റ അരുൺ PP, ഭൂമി വാങ്ങിയ ഗീത, സീനിയർ ക്ലർക്ക് കനകരാജ, ജൂനിയർ സൂപ്രണ്ട് സിജിൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിജിലൻസിന് പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം രജിസ്ട്രേഷൻ വകുപ്പിനും ഈ പരാതി നൽകിയിട്ടുണ്ട്. അയ്യന്തോളിലാണ് ഈ കുടുംബ കോടതി ജപ്തി ചെയ്ത 5 സെന്റ് ഭൂമി ഈ ജപ്തി നിലനിൽക്കെ മറിച്ചു വിൽക്കുന്ന സാഹചര്യമുണ്ടായത്. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.